ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ആഗ്ര ഫോർട്ടും താജ്മഹലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡൽഹി കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കറങ്ങിയത്. ഡൽഹിയിൽ ഒന്നാമത് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് മക്കളെ. എങ്ങനെയാണ് അവിടെ ഇപ്പോൾ ഈ ടൈമിൽ കേട്ടോ, ഈ ടൈമിലല്ലാതെ നമുക്ക് പോകാനും പറ്റില്ല അവിടെ. കാരണം നമുക്ക് വെക്കേഷൻ ടൈമിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഇനി +2 വരെയാണ്. എങ്ങനെയും ഏത് ടൈമിലും നമുക്ക് ഇനി ട്രിപ്പ് വരാൻ പറ്റില്ല. അപ്പോൾ പെരും ചൂട് അതിനിടയിൽ അപ്പോൾ മിനിറ്റിന് തണ്ടാപ്പാനി കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെ റെഡി ആവില്ല. തണ്ടാപ്പാനി മോത്തോട് വയ്ക്കാനും തണ്ടാപ്പാനി, കുടിക്കാനും തണ്ടാപ്പാനി, അതിനുള്ള തണ്ടാപ്പാനിക്ക് സെറ്റപ്പും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ചില ടൈമിൽ ഇങ്ങനെ വെള്ളം കിട്ടാതെ നമ്മളാകെ ഇതായി പോകും. കാരണം അവിടെ ചൂടാണ്, 38-40 ഡിഗ്രി. കേരളത്തിൽ ഒരു ടൈമിൽ പെരും ചൂടായ അങ്ങനത്തെ ഒരു ചൂടാണ് അവിടെ ഇപ്പോൾ കറൻ്റ് ഉള്ളത്. അപ്പോൾ ആ ചൂടിൽ അതിന് നമ്മൾ താജ്മഹലും ആഗ്ര ഫോർട്ടൊക്കെ ഇറങ്ങിയത്. പിന്നെ നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ ഇന്നലെ ഏകദേശം എത്ര മണി, ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ അല്ലേ, ആഗ്ര ഫോർട്ട് ഏരൊക്കെ നമ്മൾ ബസ് കയറാൻ ഇങ്ങോട്ട് വന്ന് ബസ് കയറി ഇപ്പോൾ നമ്മളിതാ മണാലി എത്തിക്കണ്. മണാലി ഇനിയാലാന്ന് കാട്ടി കൊടുത്താ എൻ്റെ മോനെ, ബാക്കത്തെ വ്യൂ, മക്കളെ മഞ്ഞ്. ഞാൻ ആദ്യമായിട്ടാട്ടോ, ദൂരത്തുനിന്ന് ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. ഇനി അടുത്തുനിന്ന് ഇൻഷാ അല്ലാ പോയി കാണണം. അവിടെയൊക്കെ പെരാളുണ്ട്, കണ്ടോ 5X ഇട്. ഏറ്റവും മുകളിൽ മലയിൽ മലയിലടക്കം പെരാള്. അവിടെയൊക്കെ മഞ്ഞുണ്ട് കേട്ടോ. അവിടെ നോക്ക്, ആക്കണേ അവിടെയൊക്കെ. ഇവിടെ കണ്ടോ, ഇവിടെ ആക്കണ മഞ്ഞ്. എന്താ ഇവിടെ വെള്ളച്ചാട്ടം കാട്ടി കൊടുക്ക്, കാണേ ആക്കണ വെള്ളച്ചാട്ടം. റിനാദ് കണ്ടപ്പോഴേ വെള്ളച്ചാട്ടം പോയി ചാടുകാറിന്. അതിൽ ഞാൻ പറഞ്ഞു, ചങ്ങാ ഇത് ടി കെ കോളനി അല്ല, ഇത് മിനിറ്റിന് കാണുമ്പോഴത്തേന് പോയി ചാടാൻ. ഓനെ അതിൻ്റെ ആഴം തേങ്ങൊന്നും അറിയില്ലല്ലോ, ആണ് പറയാനപ്പോൾ ഇവർ. വലിയ മലകൾ കേട്ടോ ഇവിടെയൊക്കെ സീ മലകൾ, അവിടെയൊക്കെ മഞ്ഞില്ല മലകളാക്കണം. അവിടെ മഞ്ഞ് കൂടിയ മലകൾ. അപ്പോൾ നമ്മൾ കേട്ടോ ഇവിടുത്തെ വെയിൽ പറഞ്ഞാൽ ഒരു ടീക്ക് വെയിലാണ്, ഒരു സീനില്ലാത്ത വെയിലാണ്. നമ്മൾ നിന്നാലും ചൂട് പൊള്ളുക അങ്ങനെയൊന്നുമില്ല. ഒരു ഇടനില തണുപ്പും ഉണ്ട്, എന്നാൽ വെയിലേ ഉള്ളൂ. പക്ഷേ വെയിൽ നമുക്ക് ഡൽഹിത്തെ അത്ര ഒരു സീം വെയിലല്ല ഇതുവരെ. സീം വെയിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു വെയിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ഡൽഹിയിൽ നമ്മൾ ഇന്നലെ പോയപ്പോൾ ഒന്നായിട്ടൊരു ചുഴലിക്കാരൻ അടിച്ചോളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന്. എൻ്റെ മോനെ, നമ്മൾ ബസ് കയറുന്ന ടൈമിൽ ആദ്യം ഇങ്ങനെ ചൂടായി നിൽക്കുന്ന ടൈമിൽ ഏരക്കൊന്നും അവിടെ ഇതാവില്ല കേട്ടോ, സൂര്യൻ പോവില്ല. ഏരക്ക് 7:45 വെളിച്ചം ഉണ്ടാവും ഡൽഹിയിൽ. എന്താ ഇത് മനസ്സിലായില്ല. എന്താ ഏരക്കൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ചുഴലിക്കാരൻ അടിച്ചതിൽ ആകെ പൊടിയായി എൻ്റെ മോനെ. അവിടെ ബസ് സ്റ്റാൻഡത്തെ ബിൽ ബോർഡൊക്കെ പൊളിഞ്ഞിട്ട് വീണ് ഇതേനി. അപ്പോൾ ഇതാണ് കേട്ടോ ബാക്കിന്ന് കാട്ടി കൊടുക്ക്. നമ്മൾ നിൽക്കണേ സ്റ്റേ. ഹായ് ഗായ്സ്, ഇതാണ് നമ്മൾ നിൽക്കണ സ്റ്റേ. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് മുന്നേ എത്തി. നമ്മളിപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ഫുഡ് എന്ന് പറഞ്ഞാൽ ബട്ടൂരി അല്ല പറഞ്ഞേ, ചെന്ന ബട്ടൂരിയും മറ്റേ ഒരു എന്ത് കറിയാ, ചെന്ന കറിന കറിയാണോ? ചെന്ന കടലയാണല്ലേ. എന്നാൽ ചെന്ന ബട്ടൂരി, കടല ബട്ടൂരി. ഇനി നമുക്ക് ഇനി കടലക്കറിയും ബട്ടൂരിയും. എൻ്റെ മോനെ എന്തൊരു തിക്ക്, നല്ല ടേസ്റ്റ് ബട്ടൂരി. നമ്മളെ സാധാരണ ഉണ്ടാക്കണ എണ്ണ കൂട്ടിയ പൂരിയല്ല ബട്ടൂരി, ഏതോ സാധനം, നല്ല വലിപ്പം, ഭയങ്കര സോഫ്റ്റ് സാധനം, നല്ല ഫുഡ് കിട്ടി. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കണേ. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ സൈറ്റ് സീയിങ് ഇറങ്ങും. അപ്പം ഇനി സൈറ്റ് സീയിങ് ഇറങ്ങിയിട്ട് കാണാം മക്കളെ. അപ്പം നമ്മളെ റൂം 207 അപ്പം നമ്മൾ റൂം ടൂറാണ് കേട്ടോ. എന്ത് അതേ പറഞ്ഞേ, അത് എവിടെ ഇനി അതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ വരേണ്ടി വരുള്ളൂ. ഇപ്പം ഇതാണ് കേട്ടോ നമ്മളെ റൂം. മാറിക്ക് ഇതാണ് നമ്മളെ റൂം. അയ്യോ വേറെ പാൻറ് കേട്ടോ. ഇവിടെ ഇതിനെ ബാത്റൂം ടൂർ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ആയിക്കോട്ടെ, അങ്ങനെ നിന്നോ. അപ്പോൾ ഇതാണ് നമ്മളെ ബെഡൊക്കെ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതായതുകൊണ്ട് ബെഡിലാകെ മറ്റേ ബാഗും താങ്ങിക്ക ഇവിടെ താങ്ങുന്ന പിന്നെ സൂട്ട് കേസ് എല്ലാം നിൽക്കുകയാണ്. ഇപ്പോൾ ആകെ അലമ്പായിക്കാണ്. ഇവിടെ ഒന്ന് റെഡി ആക്കണം. പിന്നെ നമ്മൾ എന്താണ് അന്നെടുക്കൂല.
വിട് വിട് വിടേ ഐ ആ പോട്ടെ. അപ്പം പിന്നെ മോൾക്കുണ്ട് കേട്ടോ. മോൾക്ക് നമ്മൾ പോയോക്കിയില്ല. സൗദേ എങ്ങനെയുണ്ട് മോളില്? മോനെ റൂമിൽ തന്നെ മോൾക്കൊരു എൻ്റെ മോനെ ഞാൻ ഇവിടെ കിടക്കണം കേട്ടോ. എൻ്റെ മോനെ സീൻ ബെഡ്, നല്ല ബെഡ്, ഫാനും ഉണ്ട്. ഇത് എൻ്റെ റൂമിൻ്റെ അതേ സെറ്റപ്പ്. മോൾക്ക് അതിൻ്റെ റൂം ഇങ്ങനെ ആക്കണം മുകളിൽ. ചെങ്ങന്മാരെ ഒന്ന് അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ റൂം ടൂർ. ഇപ്പോൾ എല്ലാവർക്കും റൂം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഹൗസ് മൈ റൂം അല്ല, ഞങ്ങളുടെ റൂം എങ്ങനെയുണ്ട് എന്താ കണ്ടോ. ഇവിടെ ഒരു വ്യൂവിനുള്ള സെറ്റപ്പ് ഉണ്ട്. എന്താ വ്യൂലേ, മണാലി ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ റൂം ടൂറ്. നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങണം ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ മക്കളെ. അപ്പോൾ നമ്മളിതാ जोगिनी वाटरफॉल्स पे चलते हैं. ये उसको देखो भाई, स्नो है, स्नो മഞ്ഞടോ. കാണാൻ എന്ത് രസാ മക്കളെ. മഞ്ഞ് ദൂരത്ത് നിന്ന് കാണാനാണല്ലോ, എടുത്തു നേരെ കണ്ടില്ല, പക്ഷെ ദൂരത്ത് നിന്ന് കാണാൻ തന്നെ എന്ത് രസമായി. നോക്ക് മലകളൊക്കെ മോനെ. അയ്യോ പാട്ടിടില്ലടാ. മലകളൊക്കെ കാണാൻ എന്താ രസം. ശർമ്മ ഭായി ആണ് നമ്മളെ ഡ്രൈവർ. अच्छा गाड़ी है, अच्छा एवरीथिंग अच्छा है. അപ്പോൾ നമുക്ക് ജോഗിനി വാട്ടർഫോൾസ് പോയേക്കാം. അതുകൊണ്ടോ ബസ്സിൽ എൻ്റെ മോനെ കോസ്റ്റ്യൂം അടി കൊടുത്താ എന്താ പുള്ളിമാനം ഉണ്ടായതാണ് അവിടെ. അവിടെ ആക്കണേ ഞാനൊക്കെ ബാക്കിലുണ്ട്. അപ്പം എന്തായാലും പോയൊക്കെ കൈസ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഒരു ടൊപ്പിയും ഒരു മോസ്റ്റും. ചൂടെടുത്താലും ടാൻ അടിക്കല്ലേ, അതാണ് നമ്മളെ സ്ലോഗൻ. മക്കളെ മല തന്നെ കേട്ടോ, മല തന്നെ മല. സൈഡിലും മല, ലെഫ്റ്റിലും മല, റൈറ്റിലും മല. ഒരു ചൂടും ഇല്ലാനും. ചൂട് എന്ന് പറഞ്ഞ സാധനമല്ല കേട്ടോ, എനിക്ക് ചൂടെടുത്തിട്ടില്ല ഇതുവരെ. ഈടാ ഇതെന്ത്? അയ്യോ എൻ്റെ മക്കളെ ഇനി നമ്മള് നൈസ് സീൻ വരുന്നുണ്ട്. അപ്പൊ കാണാം മക്കളെ. റോഡിന്റെ സൈഡിലൊക്കെ ഒരു ഒരു വേറെ ചെടി മക്കളെ. അത് എന്താണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് അറിയുമെങ്കിൽ നമുക്കറിയില്ല, പക്ഷെ കണ്ടിട്ടൊരു വശപ്പിശക്ക്. ബ്രോ ഇഷാദ് ബ്രോ, വാട്ട് ഈസ് ദാറ്റ് ഏല? മക്കളെ എവിടെ റോഡ് സൈഡിൽ ഫുള്ള് കഞ്ച കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഫുള്ള് കഞ്ച ആക്കണോടോ. അവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട് കഞ്ച. റോഡ് സൈഡിൽ ഫുള്ള് ഇത് എന്താലേ. भाई तू क्या ढूंढ रहे भाई? അല്ലാതെ ഇതാണ് കേട്ടോ. ആണ് തോന്നണേ. അവിടെ എക്കടോ അതൊക്കെ നോക്കി. ഇവിടെ ഉൽപ്പാദിക്കൽ ഏരിയ കേട്ടോ. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ മറ്റേ നമ്മളെ സൈഡില് തുകൻ്റെ ഉണ്ടാവണ ഏരിയ. ഇവിടെ പഞ്ചായത്തില്ല സീനിട്ടോ. ആ നമ്മളെ മറ്റേ ഗെയിം അങ്ങനെ പറയാ. ആ ഗെയിമിൽ അങ്ങനെ ഉണ്ട്. പിസ്സ ഹട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ട്രക്കിങ്ങിനോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോഗിനി വാട്ടർഫോൾസിൽ റിസൾട്ട് ജൂലൈയിലാണല്ലോ. അപ്പോൾ നമ്മളിതാ ഈ ടെമ്പിളിൻ്റെ പേരെന്തേനു? അയ്യോ എന്നാൽ ഈ ടെമ്പിളിൻ്റെ പേരെന്താ? അടിപ്പ ടെമ്പിളിലാണ് നമ്മൾ എത്തിക്കുന്നത്. കാര്യത്തിൽ അടിപ്പാന്നാ? അടിപ്പ ടെമ്പിളിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ടെമ്പിളിൻ്റെ പേരെന്താ? ഗോൾഡൻ ടെമ്പിൾ.
ഏത് ടെമ്പിളിൻ്റെ പേര്? ഈ ടെമ്പിളിൻ്റെ അയ്യോ ട്രാപ്പ് കുടുങ്ങിപ്പോയി. നിഷാദ് ബ്രോനോട് ചോദിച്ചാൽ എന്തായാലും നമ്മളൊരു ടെമ്പിൾ, നമ്മൾ ജോഗിനി വാട്ടർഫാൾസിൻ്റെ മുന്നേ നമ്മൾ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ മോനെ ഇവിടെ ഒരു ചിൽ ക്ലൈമറ്റ് കേട്ടോ, ഒരു സുഖമല്ലേ ക്ലൈമറ്റ്. എന്താ സുഖം. അവിടെ മുന്നേ തന്നെ ഉണ്ടല്ലോ മോനെ, എത്ര സൈസിലെ സൈസിലെ മുതലുകൾ പോയി ആക്കണ്ട വെച്ച് കൊടുക്കണേ. ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ അതേനാ അറിയും. ഫോട്ടോ എടുക്കണമെങ്കിൽ എത്ര രൂപ, ഫോട്ടോ എടുക്കാൻ എത്ര രൂപ നിഷാദ് ബ്രോ? വേണ്ട, നമുക്ക് തിരിച്ചു വരുമ്പോൾ പിടിക്കാം. തിരിച്ചു വരുമ്പോൾ മൊബൈലിനെ പിടിക്കാം. നിഷാദ് ബ്രോ ടെമ്പിളിന്റെ പേരെന്ന് പറഞ്ഞാ ഹഡിംബ എന്നാണ് കേട്ടോ. എന്നിട്ട് പോലെ അടിപ്പ പറഞ്ഞിട്ട് ഹഡിംബ ടെമ്പിളാണ് കേട്ടോ. ടെമ്പിളിന്റെ വ്യൂ മോനെ വല്ല ഒരു വെറൈറ്റി ടെമ്പിളില്ലേ. ഏതാ മൂട് മോനെ, എൻ്റെ മോനെ എന്താ രസം കാണാൻ. ഇത് ഇമ്മച്ചിക്കല്ലേ, ഇമ്മച്ചിക്ക് ഇവിടുത്തെ പീക്ക് സീസണിലാണ് വന്നത് കേട്ടോ. ഇമ്മച്ചി കറക്റ്റ് സ്നോഫോളുള്ള ടൈമിൽ വന്ന് അവിടെ നിന്ന് കറക്റ്റ് സീസണിലാണ് അമ്മച്ചി വന്നത്. മഴയല്ല സ്നോ ഇങ്ങനെ പെയ്യുന്ന ടൈമിലാണ് അമ്മച്ചി വന്നിരുന്നത്. കിഡിലെ സീസണിലാണ് അമ്മച്ചി വന്നത്. പക്ഷെ നമുക്ക് ഈ സീസണാണ് കിട്ടിയത്. ഇൻഷാ അല്ലാ ഈ വർഷം എന്തായാലും ഒരു സീസൺ ടൈമിൽ മണാലിക്ക് വരണമെന്നുണ്ട്. +2 തന്നെ നോക്കട്ടെ. മഞ്ഞ് വരുമ്പോൾ എനിക്കിവിടെ ഇവിടെയൊക്കെ മഞ്ഞ് പോകുന്ന ആലോചിച്ച് നോക്കൂ. മൂടാവും നടക്കണത്തൊക്കെ മഞ്ഞാണെങ്കിൽ. അയ്യോ കിട്ടില്ലാനാവില്ലേ. ഇപ്പൊ ഇതാണ് കേട്ടോ ഹഡിംബ ടെമ്പിൾ. അതാ തന്നെ കണ്ടോ. ഈ അതേമാതിരി മെച്ചി ഡ്രസ്സ് ചെയ്തിനി തോന്നുന്നു. ഇങ്ങനെ മെച്ചി ഇവിടെ ഡ്രസ്സ് ചെയ്ത് നിന്നിനി തോന്നുന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. അല്ലേ ഫോട്ടോ അല്ലേ ഇനിയോ? മെച്ചി ഇതേമാതിരി ഡ്രസ്സ് ചെയ്ത് നിന്നിനി. ഇതിൽ കൂടെ സ്ട്രോബെറി ഇതൊക്കെ വെക്കുന്നുണ്ട്. ചെന്നോക്കാം, കയറി വെക്കാം എന്തായാലും. എൻ്റെ മോനെ കാശ്മീരി നാടൻ പട്ടീൻ്റെ പേരിൽ വെക്കടോ. ആണോന്നു നമ്മളാണല്ലേ. ആടെ കാശ്മീരി നാടൻ പട്ടി പറ്റാണേ. എൻ്റെ ഒരു ഷുർക്കാണ് വെച്ചോണേ. കാശ്മീരി നാടൻ പട്ടീനെ കാണാൻ വെച്ചോണേ. ഒരു വൈതോണി ആണോ പാവട്ടാ. അവിടെ അങ്ങനെ ഇതിനാരോ ഇവിടെ നിർത്തിയ മാതിരിയുണ്ട്. എന്തോട്ടാ ഞാൻ എന്തായാലും കയറി വെക്കാം. അയ്യോ സോറി ഈച്ചോ. ടെമ്പിളിനെ പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ. അങ്ങനെ പറയല്ലേ. ടെമ്പിളിന്റെ പേരിൽ പറഞ്ഞു. ഇതാണ് ഹഡിംബ ടെമ്പിൾ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടുണ്ടാവും അങ്ങനത്തെ ആ ഒരു ടെമ്പിളാണിത്. സിനിമയിലുണ്ട് ഏതോ ഒരു സിനിമ. ആ സിനിമ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എനിക്കറിയില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു പുരാതന ടെമ്പിളാണ്. ഇവിടെ ടെമ്പിളത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അതൊന്നൊക്കെ ഇവിടുത്തെ അമ്പലവിശ്വാസികളാണ്. അവിടെ ലൈൻ നിൽക്കണല്ലേ. ക്യൂ നിൽക്കണൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് അങ്ങനെ ക്യൂ ഇങ്ങനെ വരും. ഇവിടെ വരെ വരും. ഇവിടം വരെ അല്ലേ. അതുകൊണ്ട് പോലെ എന്തോ സെറ്റപ്പിനായിരിക്കും. അങ്ങനെ നമ്മളിവിടെ വരും. ജസ്റ്റ് നമ്മൾ കാണുക, ഫോട്ടോ എടുക്കുക, വാ. ഇവിടുത്തെ നാടൻ പട്ടിൻ്റെ ഓർക്കണത്. നാടൻ പട്ടിങ്ങനെ പേരും ചൂത്ത് അമ്പോ നാടൻ പട്ടിക്ക് ചൂസാറിനത്തെ പട്ടികളാണ് ഇവിടെ അല്ലേ. എല്ലാവരും ഫോട്ടോ ഒക്കെ കേട്ടോ. ഫോട്ടോ ഒക്കെ എന്നിട്ട് കാണാം. ഇരിക്കല്ലേ ഈച്ചോ. അപ്പോൾ മക്കളെ ഇതാണ് നമ്മളെ പ്ലാൻ ടു ഗോ മണാലി ബാച്ച്, വെക്കേഷൻ ബാച്ച്. ഇതാണ്. എത്ര ആൾക്കാരാണ്? ഏകദേശം എത്ര ആൾക്കാരുണ്ട്? 55-60 ആൾക്കാരുണ്ട്. ഫോട്ടോ ചിരിച്ചോളി. അപ്പോൾ നിക്ക് ഇവിടെ വന്നിട്ടില്ല. കാലപ്പത്തിലൊന്ന് ഇട്ടോ. ആ മക്കളെ നമ്മള് ടെമ്പിളിന്റെ പേരെന്തേലും ഹഡിംബ ടെമ്പിളിൽ വന്നിട്ട് നമ്മളിവിടെ എന്താ കാശ്മീർ സ്റ്റൈൽ ഡ്രസ്സിലാണ് നിൽക്കുകയാണ്. അപ്പോൾ റബലൊക്കെ ഇട്ട് അതെന്തിനാണ് നമ്മള് അല്ലേ തിരിഞ്ഞാണ് ഒന്ന് വ്ളോഗിന് എടുക്കുന്നത്. ഇതാണ് നമ്മളെ കാശ്മീരി കോസ്റ്റ്യൂം. അപ്പോൾ ഇത് ഗേൾസിന് പറയുന്നതാണ്. ഗേൾസിന് ഇങ്ങനത്തെ ടൈപ്പ് കൊട്ട ഇപ്പോൾ കിട്ടും. അവിടെ ചെമ്മരിയാട് പോണോക്കിയാ. ചെമ്മരിയാട് ഇതാട്ടോ കുലു മണാലി.
ട്രഡീഷണൽ മണാലി ഹുവ ഫീഷായൻ ഒന്ന് പറയോ കേട്ടോ ഈച്ചോന് ഇട്ടെടുക്കണ്ടേ. കുറച്ച് ടൈം തരാം ഗ്രൂപ്പ് ഓർഡർ എടുക്കണത് ഇട്ടോലെ കൂടി എന്ന് പറയും. അതൊക്കെ നമുക്ക് കിട്ടും. മാറ്റി വെക്കൂലേ ഒരു 5-6 ആളൊക്കെ അങ്ങനെ എടുത്താൽ മതി. ഗ്രൂപ്പായിട്ട് ഇടണം ഒരു ഫോട്ടോ ഞങ്ങൾ അവിടെ എടുക്കുന്നുണ്ട്. ചഷ്മേ കാല ചഷ്മ ഇത് ചഷ്മ ചഷ്മത്ത് ആ ചഷ്മ കൂളിംഗ് ഗ്ലാസ് ചഷ്മ ആ ബ്ലാക്ക് കണ്ണാടി അതാണ് ഇപ്പൊ കാലാ ചഷ്മ അല്ലേ. ദീദി बहुत टाइट ആക്കരുത് 6 पैक ഉള്ളതുകൊണ്ട്. अपने फोटो लाता ना अपने ओके ചെറിയ ടൈറ്റ് नहीं अच्छा टाइट नहीं है. आपको हाँ मेरे भी दे दो. ദൂടി പറയൂ ശില്പൈതടോ ദൂടി ദൂടി ഇതുള്ളൂ ദൂടി ദൂടി കട്ടളേ पिड़किया ആ ഈച്ചുവിന്റെ പെട്ട് കഴിഞ്ഞിട്ടാ ഈച്ചുവിന്റെ കാണിച്ചു കൊടുക്കുക. ഈച്ചു ഒന്ന് കാണിച്ചു കൊടുത്താ നീലേ ഇത് രസം അച്ഛ കളർ ये है ना ലാല റെഡാ आजो आजो पट्टूडे कट्टू तेरी मुंडी പട്ടുന്ന हां മണാലി പട്ടു हां എടാ കട്ടു അല്ല പട്ടു ആണ് പട്ടു ഹേ ഭായി മണവാളി അല്ല മണാലി പട്ടു ഓക്കെ टोपी भी दे दो दीदी. एंड की थे तरतिया मीणे सारे उन्हें ना सोने इतनी बिक्री है टोपी टोपी हाँ अच्छा 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 ഏയ് വാ अच्छा 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 वाला അരക്കെട്ടുണ്ട് അരക്കെട്ടുണ്ട് पेशर हाँ हाँ തിരിയാൻ ആകെ ചെയ്യാ പൈസ മക്കളെ കേട്ടോ അപ്പം നമ്മളെ കാശ്മീരി പട്ടു ആ എന്നെ പിടിച്ചാലോ 10 രൂപ ഉള്ളൂ കാല ആ പിടിച്ചോ പിടിച്ചോ ഇതേട്ടാ നമ്മളെ കാശ്മീരി പട്ടു വീഡിയോ എടുക്കട്ടെ ഡൺ 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 മേ ബി ദേ ദോ നാം നാം അപ്പിയ അപ്പിയ ചുങ്കുടു സുന്ദരു സുന്ദരു വാവ് എനിക്ക് പറ്റി വരി ശുണ്ടൂർ നാട്ടത്തിന്റെ പേര് ശുണ്ടൂരിന് ബസോണി അപ്പിയ ശുണ്ടർ കുട്ടപ്പനാണ് നമ്മളെ കൂടെ ഉള്ളത്. एक भी मोइल किधर से ये नहीं दो 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 दूसरा वाला നമ്മൾ 30 മാത്രമേ 10 ഉള്ളൂ ബാക്കി 50 ആ ബാക്കി പിട്ടി പിട്ടിയേ സോറി 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 മെല്ലെ മെല്ലെ പറയാന് 36 മാത്രമേ 10 കൊടുക്കണുള്ളൂ ബാക്കി എല്ലാവരും പിട്ടിയാണെന്ന് പറഞ്ഞത്. आजा तू आजा ആ അപ്പോൾ 20 രൂപയോ കണ്ണടക്ക് ഏതെങ്കിലും കണ്ണടക്ക് മൊത്തത്തിൽ ഡിസ്കൗണ്ട് അല്ല നീല മാച്ചിങ് ഉണ്ടല്ലോ. ഏയ് ഡിസ്കൗണ്ട് ഷേഡോ സുന്ദരല്ലേ സുന്ദർ ഇപ്പൊ സുന്ദരമായാലും നമ്മളെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യട്ടെ. എങ്ങനെയാണ് നമ്മളെ കോസ്റ്റ്യൂം? റൈറ്റ് അവർ കോസ്റ്റ്യൂം ഔട്ട് ഓഫ് 10 എങ്ങനെയുണ്ട്? എന്റെ മോനെ ഏതാ കോസ്റ്റ്യൂം? ഫുൾ 50 ഫുൾ പിട്ടി മൊയൽ റെന്റ് 10 രൂപ മൊയൽ റെന്റിനാട്ടോ. സുന്ദരമായില്ലേ സുന്ദരമായൊക്കെ മോനെ ചോദിക്കുക ഔട്ട്ഫിറ്റ് വേറൊരു വീഡിയോ എടുക്കും സെപ്പറേറ്റ്. നമ്മള് हाँ एक मिनट वो वीडियो बना रहे നമ്മൾ മണാലിയിലാണ് ഔട്ട്ഫിറ്റ് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയത്. എങ്ങനെ? ഇവിടെ ഒരു ടീം നിൽക്കുന്നുണ്ട്. ഓക്കെ 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 ഗൈസ് നിങ്ങൾ ഔട്ട്ഫിറ്റ് അത് തന്നെ നമ്മൾ ഉള്ളിലിട്ടുന്ന ഡ്രസ്സ് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ്. ഷൂ അനുവിൻ്റെ ആണ്. അപ്പോൾ ഇത് കാശ്മീരി പട്ടു. കാശ്മീർ അല്ല മണാലി. ആ സോറി മണാലി പട്ടു. ഇതും ഇതൊക്കെ 50 ടോട്ടൽ 100. ഇത് റെന്റിന് എടുത്ത 10 രൂപ. സുന്ദരു സുന്ദരു ആണ് ഇതിന്റെ പേര്. സുന്ദരമായിൽ റെന്റിന് इतना होता है ആ കഴിഞ്ഞോ? അതും കഴിഞ്ഞു. റെന്റ് കഴിഞ്ഞു കേട്ടോ. റെന്റ് കഴിഞ്ഞു. 20 രൂപ റെന്റിന്റെ ടൈം കഴിഞ്ഞു. ഗൂഗിൾ പേ ദീദി ദീദി ഗൂഗിൾ പേ കിത്ര ജൂജിൽ പേ ഓയിലിന് വാങ്ങാൻ എത്ര രൂപ ചോദിച്ചു നോക്ക്. ഗൂഗിൾ പേ നെയ്യേ പൈസ വേണ്ടേ? പൈസ വേണ്ട. കേരള വാല ബടാ
ഓ പൈസ വേണ്ടാറുണ്ടോ? ആ TK അടുത്ത പട്ടു വന്ന് എന്റെ മോനെ ഏതൊക്കെ സീൻസ് ആണല്ലേ. ടീം പട്ടൂസ്. ഏയ് ടീം മണാലി പട്ടു. ഏതാ ഫോട്ടോ ഫോട്ടോ എടുക്ക് എല്ലാവരും നമ്മളെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാട്ടോ. ഓക്കെ ആ മൊയല് മാറി പുതിയ സാധനം വന്നിട്ടാ. എങ്ങനെ ആ മൊയല് മാറി പുതിയ സാധനം വന്നിട്ടാ. നാം ക്യാ ഹൈ ഇസ്കാ? ബബ്ലു. ഈച്ചോ ബബ്ലു. ബബ്ലു കുട്ടി. ബബ്ലു ആ എന്നാ ചഷ്മ അങ്ങോട്ടൊന്നും ഇട്ടെടുത്താ. ചഷ്മ കാല ചഷ്മ. ചഷ്മ പാവണ്ട് ഇങ്ങോട്ടെന്നോ പേടിച്ചിട്ടോ. തൊട്ടോക്ക് കുട്ടിക്കറിയാണോ കോലുട്ടായി കൊടുക്കാ അതാ. മക്കളെ എങ്ങൾക്ക് ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു? ബബുലാണോ അതോ സുന്ദുവിനാണോ? കമന്റ് ചെയ്യാ. അതോ നല്ല കനുണ്ട്. വീഡിയോ എടുക്കട്ടെ. ഒരു വീഡിയോ കൂടി. എന്നാ ഒരു മൊയിലിനെ പിടിച്ചിരിക്കോ. അപ്പോൾ കേട്ടോ ഗൈസ്, പ്ലാൻ ടു ഗോ ടീം ഫുള്ള് മണാലി പട്ട് ധരിച്ചിരിക്കാട്ടോ. എൻ്റെ മോനെ എന്താ രസം കാണാൻ. ചെറുതൊക്കെ നല്ല അവസ്ഥയിലൊക്കെ ഉണ്ടത്. ടീം ഫുള്ളായിട്ട് ഇപ്പമാരൊക്കെ ഫുള്ള് മണാലി പട്ടിലായിട്ടാ. ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയ ഒരു മാഗി കടയിൽ നിർത്തിയേക്കാണ്. ഒരു മാഗി കടയിൽ നിർത്തിയേക്കാണ്. 2 മാഗിയും പറഞ്ഞിട്ടുണ്ട്. മാഗി ഇപ്പോൾ വരും. ബിസ്ലേരിൻ്റെ ഒരു തണ്ടാപ്പാനി. ബിസ്ലേരിനെയാണോ ഉറപ്പ്? ബിൽസിലൊക്കെയാണ് ഇവിടുത്തെ ഓരോ കമ്പനി. പക്ഷെ എന്നാലും മാഷാ അല്ലാഹ് ബിസ്ലേരി എല്ലായിടത്തും ഉണ്ട്. മാഗിക്ക് 60 റുപ്യ ഉണ്ടാവൂടാ. പ്ലേറ്റ് അല്ലടോ, പ്ലെയിൻ ആണോ ഉദ്ദേശിച്ചത്? എന്താ ഏത് दो प्लेन वाला इचो ചാർ പ്ലേറ്റ് മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജോഗിനിക്കാണ് പോണത്. നമുക്ക് ജോഗിനി വാട്ടർഫാൾസിൻ്റെ ട്രക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ജോഗിനി വാട്ടർഫാൾസിൻ്റെ ഹൈക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ പറയണ്ടേ പിന്നെ. ആട്ടോ മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ബാക്കിലാണ്. ആർക്കും കഴിയണില്ല തോന്നണേ. ഇതിപ്പോൾ എത്ര കുറച്ച് തീരല്ലുള്ളൂ? 1/4 മണിക്കൂർ, 1/2 മണിക്കൂർ എന്ന് പറഞ്ഞേ. ഓ ഇവിടുത്തെ വ്യൂ സീനാട്ടോ. എൻ്റെ മോനെ
അപ്പം ഇനിയും 1/4 മിനിറ്റ് പോലും ആയിട്ടില്ല തോന്നുന്നുണ്ട്. 15 മിനിറ്റ് മുന്നിക്ക് പോയാ എപ്പോഴോ നടക്കാൻ തുടങ്ങിക്കണേ. നമ്മൾ പിന്നെ കുറേ ഈച്ചിനെ കത്തുന്നു. സൗദാണ് ആകെ തോപ്പിച്ചാൻ പറയണേ. എങ്ങനെ എനിക്ക് കൂസാറ് ഇട്ടണേ എൻ്റെ മോനെ. 1/2 മണിക്കൂർ ട്രക്കാണ് പറഞ്ഞത്. അയ്യോ എൻ്റെ മോനെ. അയ്യോ എന്തായാലും പോയാകട്ടെ. ഓക്കെ ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ജോഗിനി വാട്ടർഫാൾസ് എത്തിയിട്ടില്ല. അതിൻ്റെ മുന്നിൽ നമ്മൾ വഴി തെറ്റുമോ എന്നൊരു സംശയം കൊണ്ട് എല്ലാവരും ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മളത് അവിടെ ഇരുന്ന് വഴിതല്ലേ എന്നിട്ട് വെറുതെ നമ്മളെ വട്ടി പറയട്ടെ. അപ്പൊ എന്നിട്ട് നമ്മളിവിടെ ഇരിക്കണം. അപ്പൊ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഏതൊരു ആ പാട്ടറിയില്ല എനിക്ക്. ആ അതാണ് അതിന് ഏറ്റവും നല്ല കേട്ടോ. ഏറ്റവും മക്കളെ സെയിം വ്യൂ ട്ടാ. ഇപ്പൊ ഇടല്ലേ കേട്ടോ, ഇപ്പൊ ഇടല്ലേ. അതിന്റെ സൈഡിൽ കൂടെ അപ്പോൾ നേരത്തെ പോകുന്നത് ഇതിന്റെ വണ്ടി പോകുന്നത് ഹെലിപ്പാഡോ. ഹെലിപ്പാഡ് ആക്കണേ. അപ്പോൾ ഇതാ ഓരോരുത്തരുടെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി നടക്കാണ്ട് പച്ച പറഞ്ഞട്ടാ. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ജോഗിനി വാട്ടർഫാൾസ് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വ്യൂ കണ്ടോളി. എൻ്റെ മോനെ എന്നെ നോയിക്കോട്ടെ, എന്നെ നോക്കണേ. മോനെ അവിടെ നിൽക്കണ ആൾക്കാർ പയ്യക്കര് ആക്കണേ അത്ര ഹൈറ്റില്. എൻ്റെ പൊന്നോ, നമ്മൾ എത്ര നടന്നു നോക്കിയാ അവിടെ നിന്നാണ് വന്നത്. നമ്മള് ഇവിടുന്ന് കടത്തിട്ട് കാണാം മക്കളെ. കേറിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ട്രക്കിങ് പറഞ്ഞതാണ്. പഴക്കിനൊക്കെ ഒരു ഇതായി കണ്ടോക്കി. മോനെ ഏതാ മൂട് അത്. മഴയിൽ നിൽക്കണണ്ടാ. ഏതാ മൂട് പോയി. ഇത്രയും വലിയ ഹൈക്ക് കയറിയത് ഇതാ. എന്റെ മോനെ മക്കളെ ട്രാവലേ എന്റെ മോനെ. ഹലോ ഗൈസ്, മണാലി വൈബൊക്കെ ആസ്വദിക്കേറി. കാല് കോച്ചി വരും തണുപ്പ് മാസം കാലൊക്കെ. മുത്തേ എന്റെ മോനെ ഏതാ മൂട് പോയി. എന്റെ കുട്ടാ സ്വർഗം കേറിയത്. കെത്തിയിട്ട് കയറിയത് വള്ളം കൂടെ കുടിച്ചാതെ കയറിയത് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ട്രക്കിംഗ് ഉണ്ടോ? ഇതൊന്ന് കണ്ടോക്കി. ഇവിടെ നിന്ന് ഇങ്ങനെ തണുത്ത കാറ്റും വന്നത് മുതലായി. അത്ര വരാനുള്ളൂ. പട്ടത്തിലായിട്ട് അപ്പൊ എങ്ങനെയായി മഴവില്. മക്കളെ അപ്പൊ നമ്മള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ.
ഇതൊന്ന് ആസ്വദിക്കും ചെയ്യട്ടെ. ഓക്കെ ബൈ ബൈ. സുഹൃത്തുക്കളെ കാണുന്നുണ്ടോ? ഇതല്ലേ സ്വർഗം, ഇതല്ല സ്വർഗം. ഭൂമിക്ക് താഴെ ആകാശത്തിന്റെ മുകളിൽ. എടാ ഒന്നും കേക്കുണ്ടാവില്ല. കേക്കൂ കേക്കുന്നുണ്ടോ? ഫർസാനെ കിട്ടില്ല സ്ഥലം, സത്യം പറയാലോ. വേർത്തെ ട്രക്കിംഗ് സ്ഥലം അത്ര വേണമല്ലോ. മോനെ ഏതാ നിങ്ങൾ ചെയ്യുന്ന ട്രക്കിങ്ങിന് ഒരിക്കലും വെക്കൂല. മോനെ റിയൽ ഹാപ്പിനെസ് ഇതാണ്. മോനെ ഇപ്പൊ ഞാൻ ഇതുവരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം ട്രക്കിംഗ് പാളം ചെയ്തോണ്ട് നമ്മൾ നടന്ന് കുഴങ്ങി വന്നിട്ട് നമ്മൾ ഇത് കാണുമ്പോൾ എല്ലാവരും സന്തോഷമായി നടത്തുകയാണ്. എന്തായാലും അടിപൊളി സ്ഥലം ഉണ്ടാകും. സത്യം പറയാലോ എന്തായാലും എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയായി, എല്ലാവരും ഡബിൾ ഹാപ്പിയാണ്. കാരണം എല്ലാവരും ഫോട്ടോ എടുത്തിട്ടുണ്ട്. എൻജോയ് ചെയ്യില്ല. ഇവിടെ കണ്ടേ അവിടെ പോയി എൻജോയിങ് ഇല്ല. എൻജോയിങ് ലെസ്, വീഡിയോ മോർ, ഓൺലി വീഡിയോ. നനഞ്ഞിട്ടും പോലില്ല. ഞാനൊക്കെ നനഞ്ഞ് പാൻ്റൊക്കെ നനഞ്ഞ് ഫുൾ നനഞ്ഞ് നിൽക്കുക. ഇവരൊന്നും ഒരു തുള്ളി നനഞ്ഞിട്ടില്ല. കണ്ടോ വെള്ളം തട്ടി? അയ്യോ എങ്ങനെ ഇപ്പോൾ വെള്ളം തട്ടി ശരിയാവുക? ആ കൂട്ടത്തിലാണ് ആകെ ഒരട്ട വരുള്ളൂ. ആകെ ഒരട്ടേ വരുള്ളൂ. അപ്പൊ നനഞ്ഞ എന്തേന്ന് നോക്കാതെ ഫുള്ളാണ് ഇറങ്ങിക്കോ. അപ്പോൾ എനിക്ക് വന്നൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇപ്പോൾ ഇതാണ്. എന്താ പറയാലോ, നീ ബാക്കി വരേ ബാക്കി ഉണ്ടാവേ ബാക്കി ഉണ്ടാവും. പക്ഷെ എനിക്കിപ്പോ ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞ് വന്നോണ്ട് നല്ല ഇഷ്ടപ്പെട്ട് ഇന്ന സ്ഥലം. എന്തായാലും എല്ലാവരും മണാലിക്ക് വരുമ്പോൾ എന്തായാലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ടു പ്ലാൻ ടു ഗോ ആൻഡ് ഈച്ചു. അതെ, ഇല്ലെങ്കിലും എനിക്ക് ഈ ട്രിപ്പ് വരാൻ പറ്റൂല. അതിനോണ്ട് താങ്ക്സ് ടു ഈച്ചു പ്ലാൻ ടു ഗോ ഗൈസ്. ഈച്ചു പ്ലാൻ ടു ഗോ ബോണ്ട്. ഈച്ചു പ്ലാൻ ടു ഗോ ബോണ്ട് ഓൾഡ് ആയതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട്